ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കുറച്ച് വിശേഷങ്ങളും നമ്മൾ ട്രിവാൻഡ്രം സദ്യയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ സദ്യകളിൽ കയറുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സദ്യ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിലാണ് നമ്മുടെ ട്രിവാൻഡ്രം സദ്യ കഴിക്കേണ്ടതും വിളമ്പേണ്ടതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് സദ്യ കഴിക്കുമ്പോൾ എന്തായാലും ഒരു ടൈം എന്തായാലും കീപ്പ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. നമ്മളെ കല്യാണത്തിന് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഒരുവിധ പന്തികളെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ പന്തിയിലാണ് നമ്മൾ കയറിയത്. ചെറുക്കനും പെണ്ണിൻ്റെ ഒപ്പമാണ് കേട്ടോ നമ്മളും കയറിയത്. ട്വിൻസാണ് ബ്രൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ 2 കല്യാണമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഇപ്പോൾ സദ്യയിൽ വിഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അച്ചാർ, ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാർ, പിന്നെ പുളിശ്ശേരി, പച്ചടി, കിച്ചടി, ഓലൻ, അവിയൽ, കൂട്ടുകറി, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. പഴം, പപ്പടം, ഉപ്പേരികൾ, തോരൻ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ നമുക്കിതിന് പിന്നാലെയാണ് ചോറ് വരുന്നത്. ചോറും പരിപ്പും നെയ്യും കൂടിയാണ് ആദ്യം നമ്മൾ കഴിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് സാമ്പാറായിരിക്കും വരിക. അപ്പോൾ അതിന് നമുക്ക് ചോറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു പന്തിയായിരുന്നു. 500 പേരിലെങ്കിലും ഈ പന്തിയിൽ കൊള്ളും, അത്രയധികം ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം നമ്മളവിടേക്ക് ചോറൊക്കെ വരാനായിട്ട് ഇത്തിരി ലേറ്റായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചോറും പരിപ്പും ഇച്ചിരി നെയ്യും ഒഴിക്കും കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം കഴിക്കേണ്ടത്. ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാമ്പാറാണ് ഇതിൻ്റെ പിന്നാലെ വരുന്നത്. അങ്ങനെ സാമ്പാറും എത്തിയിട്ടുണ്ട്. അങ്ങനെ സാമ്പാറും കൂട്ടി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസങ്ങൾ വരും. 3 കൂട്ടം പായസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഒരു പായസം ഞാൻ അടുത്തില്ല, രണ്ടാമത്തെ ഒരു പായസം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിന് ശേഷമാണ് ബോളി വരുന്നത്. ബോളി അമ്പലപ്പുഴ പാൽപ്പായസം കൂടി എത്തി കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. കൊള്ളാൻ ഇഷ്ടമായിരുന്നു. പിന്നെ അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും അടുത്ത സ്റ്റെപ്പിൽ ചോറ് വരും. ഇത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് നിറയും. അടുത്ത സ്റ്റെപ്പിൽ ചോറും പുളിശ്ശേരി, രസം, പിന്നെ മോര്, 3 ഐറ്റംസാണ് അടുത്തത് വരും കേട്ടോ. അപ്പോൾ അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇല മടക്കി കഴിഞ്ഞാൽ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി. സദ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം, അത് നിർബന്ധം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.